പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്നുള്ള യാത്രാവിവരണം. അത് സക്കറിയയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പോൾ സക്കറിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1945 ജൂൺ 5 കോട്ടയം ജില്ലയിലെ ഉരുളിക്കുന്നത്താണ് സക്കറിയ ജനിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷകളും അതേപോലെ സ്വന്തം കൃതികളുമായിട്ട് നിരവധി കൃതികൾ അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതാണെൻ്റെ പേര്, ഇഷ്ടികയും ആശാരിയും, അയ്യപ്പ തിന്തകത്വം, എന്തുണ്ട് വിശേഷം പിലാത്തോസയും, ഗോവിന്ദം ഭജ മൂഢമതയും, ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും, കണ്ണാടി കാൺമോളവും, കന്യാകുമാരി, ഒരിടത്ത്, ആർക്കറിയാം, സക്കറിയയുടെ കഥകൾ, ജോസഫ് ഒരു പുരോഹിതൻ, ഒരു ആഫ്രിക്കൻ യാത്ര, തടാകനാട്, നബിയുടെ നാട്ടിൽ, അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിൽ, ഉരുളിക്കുന്നിൻ്റെ ലുത്തീനിയ തുടങ്ങിയിട്ടുള്ളവയൊക്കെ സക്കറിയയുടെ രചനകളാണ്. സക്കറിയയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്നുള്ള പുസ്തകത്തിൽ ഒരു കുറച്ച് ഭാഗം അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ യാത്രാവിവരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു നാടിൻ്റെ ചരിത്രം, സംസ്കാരം, ജീവിത രീതികൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ വരുന്നതാണ് യാത്രാവിവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം പ്രത്യേകതകൾ മൊത്തം അടങ്ങിയിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ യാത്രാവിവരണം എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ പ്രത്യേകതകൾ, അതേപോലെ നമുക്ക് ഒരു യാത്രാവിവരണം രചിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കാൻ തരത്തിലാണ് ഈ ഭാഗം ഇവിടെ തന്നിട്ടുള്ളത്. പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി. ഉണ്ണിയും ചെറിയാനും മാറി മാറി വണ്ടി ഓടിക്കുന്നു. തോമസ് മാത്യു കഥകൾ പറയുന്നു. ഞാൻ കാഴ്ച കാണുകയും സംശയം തീർക്കുകയും ചെയ്യുന്നു. ഡർബനിലേക്കുള്ള ഹൈവേയിലൂടെ ഞങ്ങൾ കുതിച്ചു പായുകയാണ്. അപ്പോൾ 4 ആൾ കൂടിയിട്ടുള്ള യാത്രയാണ്. അതിൽ ഉണ്ണി ചെറിയാൻ എന്ന് പറയുന്ന ഉണ്ണിയും ചെറിയാൻ 2 ആൾക്കാർ. അപ്പോൾ അവർ ആണ് വണ്ടി ഓടിക്കുന്നത്. തോമസ് മാത്യു ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ലേഖനായിട്ടുള്ള സക്കറിയയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഡർബനിലേക്കുള്ള ഹൈവേയിലൂടെയാണ് ഞങ്ങൾ കുതിച്ചു പായുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി ആ കുതിച്ചു പായുന്ന റോഡിൻ്റെ 2 സൈഡുകളിലുള്ള കാഴ്ചകളെക്കുറിച്ചാണ് പിന്നെ ലേഖൻ പറയുന്നത്. ധാന്യവയലുകളും വിളകളും പഴത്തോട്ടങ്ങളും നിറഞ്ഞ ദക്ഷിണാഫ്രിക്കൻ മഹാസമുദ്രം ഞങ്ങൾക്ക് ഇരുവശവും പിന്നോട്ട് പായും. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന ഇനം പടുകൂറ്റൻ ട്രെയിലർ ലോറികൾ ഇരമ്പി കടന്നു പോകുന്നു. ട്രാഫിക് നിയമങ്ങൾ കണിശമായി പാലിച്ചാണ് വാഹനങ്ങളുടെ യാത്ര. അപ്പോൾ അവിടുത്തെ കുറച്ച് പൊതു സ്വഭാവങ്ങൾ നമ്മളുടെ കൂടെ പറയണത്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭൂപ്രകൃതി പറഞ്ഞു. ഇപ്പോൾ റോഡിൻ്റെ 2 സൈഡുകളിലും പിന്നെ ധാന്യവയലുകളും വിളകളും പഴത്തോട്ടങ്ങളും ഒക്കെയാണ്. പിന്നെ പാശ്ചാത്യ നാടുകളിൽ കാണുന്ന ട്രെയിലർ ലോറികൾ, വലിയ ട്രെയിലർ ലോറികൾ, അതങ്ങനെ ഇടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു, എന്ത്, ട്രാഫിക് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുന്നുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മളുടെ സ്വഭാവത്തിന് ഒരു താരതമ്യം നടത്തുകയാണ് ലേഖനോട്. അതായത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് പൊതുവിലും കേരളീയർക്ക് പ്രത്യേകിച്ചുമുള്ള സാംസ്കാരികമായ വൈമനസ്യത്തെ പറ്റി ഞാൻ ആലോചിച്ചു. അതായത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അതൊക്കെ പാലിക്കാനെന്ന് ലേഖൻ പറയാൻ. അങ്ങനെയാണല്ലോ നമ്മൾ പിന്നെ സൈഡ് മാറിപ്പോവും, ഹെൽമെറ്റ് ധരിക്കാതെ എത്ര പറഞ്ഞാലും നമ്മളതൊന്നും ചെയ്യില്ലല്ലോ. എന്നിട്ട് ഫൈൻ ഈടാക്കിയതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലൈസൻസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ പാലിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വലിയ താല്പര്യമില്ല എന്ന് ലേഖൻ കൂട്ടിച്ചേർക്കാം. അപ്പോൾ അത് നമ്മളെയും അവരെയും തമ്മിലുള്ള ഒരു താരതമ്യം അവിടെ നടത്തി. ഇനി അതിനുശേഷം അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. അതായത് ആഫ്രിക്കയിലെ ഏറ്റവും അധികം ട്രാഫിക് പ്രശ്നങ്ങൾ കണ്ടത് നെയ്റോബി നഗരം പോലെ മധ്യ ഉന്നതവർഗ ഇന്ത്യക്കാർ ധാരാളം ജീവിക്കുന്ന ഇടങ്ങളിലാണ്. അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘനം അവിടെയുണ്ട്, പക്ഷെ അവിടെ ലംഘിക്കുന്നത് ആരാന്നാണ് പറഞ്ഞത്, മധ്യ ഉന്നതവർഗ ഇന്ത്യക്കാർ. മധ്യ ഉന്നതവർഗ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല,
അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഇന്ത്യക്കാർ താമസിക്കുന്ന ഇടങ്ങളിലാണ് അങ്ങനെയുള്ളത്. ഞാൻ അതിൻ്റെ ഒരു കാരണവും കൂടി പറയുകയാണ്. ഇത് റോഡ് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ള പഴയ സവർണ മനോഭാവത്തിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നത് എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ സവർണർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇന്ന് സവർണരും അവർണരുമെല്ലാം വാഹന ഉടമകളാണ്. പക്ഷെ സംസ്കാരം പഴയതുപോലെ തന്നെ പുതിയ അഹങ്കാരത്തിൻ്റെയും അക്രമവാസനയുടെയും അംശങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നുവെന്ന് മാത്രം. പണ്ട് ഈ സവർണരായിട്ടുള്ള ആളുകൾക്ക്, ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പൊതുനിരത്തുകൾ ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കണം, അവരുടെ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടായത് എന്ന് ലേഖകൻ പറയാൻ. പക്ഷെ ഇന്നാണെങ്കിൽ സവർണരാണെങ്കിലും അവർണരാണെങ്കിലും ഒക്കെ എന്തായി, വാഹന ഉടമകളായി മാറി. പക്ഷെ അന്നത്തെ ആ അഹങ്കാരം വേറൊരു രീതിയിലാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ തന്നെ അങ്ങനെ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമലംഘനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് എന്ന് ലേഖകൻ പറയും. ഇനി അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ സഞ്ചാരത്തിലേക്ക് വരികയാണ്. N2 എന്ന പ്രധാന ഹൈവേയിലൂടെയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിരവധി മേൽപ്പാലങ്ങളുണ്ട് അവിടെ. ഓരോന്നും വ്യത്യസ്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇരിക്കുന്നിടത്തെ പ്രകൃതിയുമായിട്ട് ഓരോന്നും ഇണങ്ങിച്ചേരുന്നു. നേർവരയിട്ടതുപോലെയുള്ള പാതയിൽ അകലെ നിന്നു തന്നെ ഈ പാലങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നൊക്കെ അവിടുത്തെ ആ ഒരു ദൃശ്യത്തെ അദ്ദേഹം വിവരിക്കുകയാണ്. പാലങ്ങൾ വളരെ ഭംഗിയായിട്ടാണ്, മേൽപ്പാലങ്ങളാണ്, അത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഭംഗിയാക്കുകയല്ല, പിന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സാഹചര്യം അത് നമ്മളോട് വിവരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അതായത് വെള്ളക്കാരനോട് എനിക്ക് രഹസ്യമായി ബഹുമാനം തോന്നി. വർഗീയ വിഷം ചേർന്ന ഭരണ മനഃശാസ്ത്രം ഒരു വശത്ത്, മറുവശത്ത് അവർ ഒരു സാധാരണ പൊതുമരാമത്ത് ജോലിയുടെ വിശദാംശങ്ങളിൽ പോലും കണിശമായി സൗന്ദര്യബോധവും കാര്യക്ഷമതയും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ആഫ്രിക്ക വെള്ളക്കാരൻ്റെ അധീനതയിലായിരുന്നല്ലോ. അപ്പം അന്ന് വെള്ളക്കാരുണ്ടാക്കിയതാണ് ഈ റോഡുകളൊക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വെള്ളക്കാരനോട് അസൂയ തോന്നി എന്ന് പറയും. അസൂയല്ല, ബഹുമാനം തോന്നി എന്ന് പറയണം. അപ്പം അതിൻ്റെ കാര്യം പറയണത് ഒരു നിസ്സാരമായിട്ടുള്ള ജോലിയാണെങ്കിൽ പോലും, ഇപ്പോൾ പൊതുമരാമത്ത് ജോലിയുടെ വിശദാംശങ്ങളിൽ പോലും കണിശമായിട്ട് സൗന്ദര്യബോധവും അതേപോലെ കാര്യക്ഷമതയും ഈ വെള്ളക്കാരെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തുണ്ട്, വർഗീയ വിഷം ചേർന്ന ഭരണ മനഃശാസ്ത്രം അത് അവരുടെ ഇടയിൽ. വർഗീയ വിഷം ചേർന്നാന്ന് പറഞ്ഞാൽ കറുത്തവൻ വെളുത്തവൻ എന്നുള്ള വർഗീയതയാണ് വെള്ളക്കാരുടെ ഇടയിലുള്ളത്. അപ്പോൾ അത് എന്തായാലും അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയും അവരെന്തുമാത്രം ശ്രദ്ധയും സൗന്ദര്യബോധവും ചെലുത്തുന്നു എന്ന് നമുക്ക് ആ റോഡുകൾ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് സക്കറിയ പറയും. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് പിന്നെ തരുന്നത്. അപ്പോൾ തങ്ങൾക്ക് വേണ്ടി മാത്രം പണിത ഈ സ്വപ്ന ലോകത്തിൽ അതിൻ്റെയൊക്കെ അവിഭക്ത ഭാഗമായ കറുത്തവർക്ക് സ്ഥാനമില്ല എന്ന് തീരുമാനിക്കുക എന്ന ചരിത്രപരമായ വിഡ്ഢിത്തം അവർ ചെയ്തു വെച്ചു. ഭരണത്തിൻ്റെയും സാമൂഹ്യ പദ്ധതിയുടെയും പ്രക്രിയകളിൽ നിന്ന് നൂറ്റാണ്ടുകളായി മാറ്റി നിർത്തപ്പെട്ട കറുത്തവരാകട്ടെ തങ്ങൾക്ക് അപ്രാപ്യമായിരുന്നതും ഇന്നു കൈവശമായിരിക്കുന്നതുമായ ആ സ്വപ്നഭൂമിയുടെ അളവുകളും അതിരുകളും സങ്കീർണതകളും കൈകാര്യം ചെയ്യാൻ അറിയാതെ അതിനെ ജീർണിക്കാൻ അനുവദിക്കുന്നു. എന്താ ഉണ്ടായത്, വെള്ളക്കാരവിടെ ഭരിച്ചിരുന്ന കാലത്ത് അവര് ഈ കറുത്ത വർഗക്കാരെ എല്ലാ ഭരണതന്ത്രങ്ങളിൽ നിന്നും അതേപോലെ പ്രധാന മേഖലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. അപ്പം അതുകൊണ്ട് തന്നെ യാതൊരു ഭരണതന്ത്രവും ആർക്കും അറിയില്ല, കറുത്തവർക്ക് അറിയില്ല, അവിടുത്തെ പിന്നെ യഥാർത്ഥത്തിലുള്ള ആഫ്രിക്കക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇതൊന്നും തങ്ങൾക്ക് യോജിച്ചതല്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരിക്കലും ഇത് ലഭിക്കില്ല, അപ്രാപ്യമായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. എന്നാൽ പിന്നീട് അത് ആഫ്രിക്കക്കാരുടെ ഇടയിലേക്ക് വന്നു. കാരണം വെള്ളക്കാരൻ ആഫ്രിക്കയിൽ നിന്ന് പോയല്ലോ. പക്ഷെ പിന്നെ അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഈ ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകേണ്ടത് എന്ന് ആർക്കും അറിയില്ല, അവിടുത്തെ ആഫ്രിക്കക്കാരനെ അറിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് വളരെയധികം ജീർണാവസ്ഥയിലാണ് ഈ വസ്തുക്കളും ആഫ്രിക്കയുടെ ഭരണ സംവിധാനവും ഒക്കെ എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുക. അപ്പം അല്ലെങ്കിൽ കറുത്ത സ്വേച്ഛാധിപതികൾ അതിനെ തട്ടിയെടുക്കുന്നു. വെള്ളക്കാർ ആഫ്രിക്കയിൽ നിർമ്മിച്ച
പത്രത്തിൻ്റെ നിഷ്ഠൂരമായ ബാക്കി പത്രമാണത്. പിന്നെ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഒരു വിഭാഗം ഉണ്ട്, അവരെന്താ ചെയ്യുന്നത്, അറിയുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ അവർക്കും അറിയില്ല. പക്ഷെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഒരു കൂട്ടത്തിൻ്റെ കൈകളിലാണ് ഇപ്പോൾ ഈ ഭരണ സംവിധാനം ഇരിക്കുന്നത്, ഒരു കൂട്ടം കറുത്ത വർഗ്ഗക്കാർ. അവരാണെങ്കിൽ മുഴുവൻ അഴിമതിയിലൂടെയും അവരുടെ കൊള്ളരുതായ്മകളിലൂടെയൊക്കെയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതിനേക്കാളും നല്ലത് വെള്ളക്കാരൻ്റെ ഭരണമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ലേഖൻ അവിടെ പങ്കുവയ്ക്കുക. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ വെള്ളക്കാർ നിർമ്മിച്ചു വെച്ച ഈ വർഗീയതയും അതേപോലെ കറുത്ത വർഗ്ഗക്കാരെ മാറ്റി നിർത്തലുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ അവരുടെ ജീവിതം ദുഷ്കരമാക്കി തീർത്തത് എന്നും കൂടി ലേഖൻ പറയാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, പ്രകൃതി സൗന്ദര്യവും അതേപോലെ അവരുടെ ചരിത്രവും ജീവിതാവസ്ഥയും നമ്മളോട് ഈ ഭാഗങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴേക്കും ലേഖൻ പറഞ്ഞു തന്നു. ഇനി അടുത്തത്, പാതയെ മധ്യത്തിൽ രണ്ടായി വിഭജിക്കുന്ന കോൺക്രീറ്റ് തട്ടിയിലുടനീളം അലങ്കാര ചെടികളും പൂക്കളുമുണ്ട്. പക്ഷെ അവ ഇടമുറിഞ്ഞും വാടിയും താറുമാറായി നിൽക്കുന്നു. അപ്പാർത്തൈഡ് കാലത്ത് വീട്ടുമുറ്റത്തെ തോട്ടം പോലെ പരിരക്ഷിക്കപ്പെട്ടിരുന്നവയായിരുന്നു അവ എന്ന് അപ്പാർത്തൈഡിനെ ഹൃദയപൂർവ്വം എതിർക്കുന്ന തോമസ് മാത്യുവിനും സുഹൃത്തുക്കൾക്കും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളക്കാരൻ്റെയും കറുത്ത വർഗ്ഗക്കാരൻ്റെയും കൂടി സങ്കര ഇനങ്ങളാണ്. വെള്ളക്കാർ വന്ന് ഇവിടുത്തെ സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു സങ്കരവർഗം. അപ്പോൾ അവർ ഭരിച്ചിരുന്ന സമയത്ത് ഈ ചെടികളും പൂക്കളും ഒക്കെ വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചവയായിരുന്നു. വീട്ടുമുറ്റത്തെ തോട്ടം പോലെ കാത്തു സൂക്ഷിച്ചവയായിരുന്നു. പക്ഷേ ഇന്ന് വെള്ളക്കാർ ഇവിടുന്ന് പോയതോടു കൂടിയിട്ട് ഈ കറുത്ത വർഗ്ഗക്കാരൻ്റെ കൈകളിലേക്ക് ഭരണ സംവിധാനം വന്നതോടു കൂടിയിട്ട് ഇതൊക്കെ ആകെ താറുമാറായിരിക്കുന്നു. അപ്പോൾ വെള്ളക്കാരനെ ഹൃദയപൂർവ്വം തന്നെ എതിർക്കുന്ന ഈ കൂട്ടുകാർക്കും ഒപ്പം യാത്ര ചെയ്യുന്ന ഈ കൂട്ടുകാർക്കും വെള്ളക്കാരൻ്റെ ആ മഹിമയിൽ അതിനെ അനുകൂലിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയും. അപ്പോൾ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും കറുത്തവർ കൊടുക്കേണ്ടി വന്ന വിചിത്രമായ വില ഏതാണ്ട് അതേ വില അരനൂറ്റാണ്ടായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ലേഖൻ ഇന്ത്യയുമായിട്ട് ആഫ്രിക്കയുടെ ആ ജീവിത രീതിയും താരതമ്യം ചെയ്യാം. അപ്പോൾ ആഫ്രിക്കക്കാർ അങ്ങനെ അവരുടെ ഭരണ സംവിധാനം തന്നെ വെള്ളക്കാർ വിട്ടുപോയെങ്കിൽ അവർക്ക് നേരെ അത് കൈകാര്യം ചെയ്യാൻ കഴിയാതെ അവരുടെ ജീവിതം തന്നെ ആകെ താറുമാറായി. അപ്പോൾ ഇന്ത്യക്കാർക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണ്, നമ്മളും കുറേ കാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഇനി അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെ വീണ്ടും അങ്ങനെ ലേഖൻ പറയും. നിശ്ചലമായ തിരമാലകളെ പോലെ പരന്നു കിടക്കുന്ന താണകുന്നുകൾ, ചക്രവാളങ്ങളുടെ അതിവിദൂരത എപ്പോഴും പാതയിലൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ഓരോ വിധാനത്തിൽ 20-25 കിലോമീറ്റർ അകലത്തേക്കാണ് നമ്മുടെ നോട്ടം പതിക്കുന്നത്. ചെറുകുന്നുകൾ കയറിമറിയുമ്പോൾ മാത്രമാണ് ചക്രവാളവുമായി പാത കൂടിച്ചേരുന്ന വിദൂര ബിന്ദു കാഴ്ചയിൽ നിന്ന് മറയുന്നത്. അപ്പോൾ കുറേ 10-25 കിലോമീറ്ററുകളോളം അങ്ങനെ പരന്ന് കിടക്കുന്ന നീണ്ടു കിടക്കുന്ന റോഡ് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്ന് പറയണം. വളവും തിരിവൊന്നും ഇല്ലാതെ. അപ്പോൾ ചെറു കുന്നുകളാണ്. അപ്പോൾ കുന്നുകളിൽ ഇങ്ങനെ കയറി മറിയുമ്പോൾ മാത്രമാണ് ഈ കാഴ്ചയ്ക്കൊരു തടസ്സം ഉണ്ടാകുന്നത്. ഭൂമിയുടെ അറ്റത്തേക്ക് എന്ന തോന്നലാണ് ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മിലുണ്ടാക്കുന്നത്. ഭൂമിയുടെ ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ കാണുകയാണല്ലോ. ഇനി ഉച്ചയോടെ അവരെ പോർട്ട് ഷെപ്സ്റ്റോണിലെത്തി. സമുദ്രം വെട്ടിത്തിളങ്ങുന്ന വെയിൽ ഷെപ്സ്റ്റോൺ സമുദ്രതീര ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞ പട്ടണമാണ്. ദക്ഷിണാഫ്രിക്കയിലെ സൂര്യപ്രകാശം വെയിൽ തേടുന്ന പാശ്ചാത്യ വിദേശ സഞ്ചാരികളുടെ ഇടയിൽ പ്രസിദ്ധമാണ്. പക്ഷേ സാധാരണയിൽ കവിഞ്ഞ അൾട്രാവയലറ്റ് വികിരണമുള്ള വെയിലാണത്രേ ഇത്. മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ വെള്ളക്കാരുടെ ശരീരം പെട്ടെന്ന് പൊള്ളുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ക്യാൻസറിനും കാരണമാകുന്നവയാണ്. പിന്നെ അവിടുത്തെ ആ ഒരു
പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സമുദ്രതീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രധാന സ്ഥലം, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ അവിടെ എത്തിയത്. പോർട്ട് ഷെപ്സ്റ്റോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത വെട്ടിത്തിളങ്ങുന്ന വെയിലാണ്. സമുദ്രതീരം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു പട്ടണമാണത്. അപ്പോൾ അവിടുത്തെ സൂര്യപ്രകാശത്തിന് വെയിൽ തേടാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ ഇഷ്ടം പോലെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ വെയിലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു, അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് ആ വെയിലിൽ ഉണ്ട്. അതുകൊണ്ട് ഈ വെള്ളക്കാരുടെ ശരീരം പെട്ടെന്ന് പൊള്ളും. പിന്നെ അതിൻ്റെ പുറമെ ഇത് ക്യാൻസറിനും കാരണമാവും. അപ്പോൾ അതുകൊണ്ട് മുൻകരുതലുകൾ എടുത്തിട്ട് മാത്രമേ ഇവിടുത്തെ ഈ വെയിൽ കായൽ പറ്റുള്ളൂ എന്നും കൂടി ലേഖൻ കൂട്ടിച്ചേർക്കുക. ഇനി ആ കടലോര പ്രദേശത്തെക്കുറിച്ച് തന്നെയാണ് പിന്നെയും പറയുന്നത്. വന്യതീരത്തിൻ്റെ മറ്റൊരു ശൈലിയിലുള്ള തുടർച്ചയാണ് ഷെപ്സ്റ്റോൺ തുടങ്ങിയ കടലോരങ്ങൾ. അപ്പോൾ അവരെ ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ ഉച്ചഭക്ഷണത്തിന് കയറിയും വലിയ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പരമസുന്ദരിയായ ഒരു വെള്ളക്കാരി യുവതിയാണ് വലിയ മീൻ ടാങ്കിൻ്റെ കാര്യസ്ഥ. അങ്ങനെ ചെറിയാനും ഉണ്ണിയും തോമസ് മാത്യുവും കൂടിയും രുചിക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു മീനിനെ കയ്യിലെടുത്തു. അപ്പോൾ സുന്ദരി ഒരു വലവീശി അതിനെ പിടിച്ച ഒരു മന്ത്രവാദിനിയെ പോലെ തിളങ്ങുന്ന ഒരു വൻ കത്തി കയ്യിലെടുത്ത് അതിനെ വെട്ടി നുറുക്കി വൃത്തിയുള്ള കഷ്ണങ്ങളാക്കി ഇവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ അത് പുറത്തുള്ള ഒരു ബ്രായ് അഥവാ ബാർബിക്യൂ അതിൽ കൊടുത്തിട്ട് ഇതിനെ പൊരിക്കാനായിട്ട് കാത്തിരിക്കും. അപ്പോൾ ഏതായാലും അവിടെ താമസിയാതെ മന്ത്രവാദിനിയുടെ ഉറയിട്ട കൈകൾ ആവിഷ്കരിച്ച മീൻ പൊരിക്കപ്പെട്ട് ഞങ്ങളുടെ മുമ്പിലെത്തി എന്നാണ് ലേഖൻ പറയുന്നത്. അപ്പോൾ അവർ അതിനെ മെല്ലെ മെല്ലെ ആസ്വദിച്ചു. ഇനി അവിടുത്തെ അവരുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എരിവിൻ്റെ കാര്യത്തിൽ ആഫ്രിക്കക്കാർ കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും ഒരുപോലെ പിൻവലിയുന്നവരാണ് എന്ന് പറയണം. എരിവ് ചേർക്കാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്യണം, എന്നാൽ മാത്രമേ ഭക്ഷണത്തിന് നല്ല എരിവ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവർ പ്രത്യേകം അങ്ങനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഇവർക്ക് നല്ല ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റി എന്ന് പറയും. ഇപ്പോൾ ദർബനിലെ കറി എന്ന് പറയുമ്പോൾ എരിവ്, വലിയ എരിവ്, ഏറ്റവും വലിയ എരിവ് എന്നിങ്ങനെ പറയണം. നമ്മൾ ചായ പറയില്ലേ, ലൈറ്റ് സ്ട്രോങ് എന്നൊക്കെ, അതേപോലെ. അപ്പം ഇത് മുമ്പ് ജോണ് പറഞ്ഞത് ഓർത്തിട്ടാണ് നമ്മളുടെ ലേഖൻ ഉള്ളിലിങ്ങനെ ചിരി വന്നു എന്ന് പറയും. അപ്പോൾ അവരുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ചാണ് അത് പറഞ്ഞത്. ഇനി ഒരു ദർബനിലേക്കാണ് പോണത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് ഉള്ള സഞ്ചാരത്തിനെ കുറിച്ചാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ദർബനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുകയാണ്. ധാന്യവയലുകളും പുല്ലുമേടുകളും മാറി കരിമ്പിൻ തോട്ടങ്ങളാണ് എങ്ങും. ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് 1860കളിൽ ഇന്ത്യൻ കരാർ ജോലിക്കാരെ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടവുമായി ഉണ്ടാക്കിയ ധാരണയിലൂടെ ഇവിടെ എത്തിച്ചത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്ന ഗ്രന്ഥത്തിൽ കാര്യമാത്ര പ്രസക്തമായി ഈ ചരിത്രം പരാമർശിക്കുന്നു. അപ്പോൾ അവരുടെ ചരിത്രവും കൂടി അവിടെ പറഞ്ഞു. അപ്പോൾ പിന്നെ നിറയെ കരിമ്പിൻ തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് ദർബൻ. ദർബനിലേക്ക് എത്തുമ്പോൾ കരിമ്പിൻ തോട്ടങ്ങളാണ് കാണുന്നത്. ഈ കരിമ്പിൻ തോട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1860കളിൽ ഇന്ത്യയിൽ നിന്നും കയറ്റിക്കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പം അന്ന് ബ്രിട്ടീഷുകാർ, ആഫ്രിക്കൻ ഭരണകൂടം ഇവിടുത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ അത് ഗാന്ധിജി തൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം എന്നുള്ള പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയും. ഇനി ആ ചരിത്രം ലേഖനം ഒന്നും കൂടി വിശദമാക്കുകയാണ്. അതായത് ഇംഗ്ലീഷുകാർ നറ്റാലിൽ കുടിപാർക്കുകയും അവർക്ക് സുളു വർഗ്ഗക്കാരിൽ നിന്ന് ചില ഒത്താശകൾ ലഭിക്കുകയും ചെയ്തു. സുളുകളാണ് അത്, എവിടെ അങ്ങനെയാണല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് നിന്ന് ഒത്താശകൾ കിട്ടുമ്പോഴാണ് മറ്റ് ആളുകൾക്ക് നമ്മളുടെ പ്രദേശത്തേക്ക് കയറി വരാനായിട്ട് പറ്റുന്നത്. നമ്മൾ പറയില്ല ഒറ്റിക്കൊടുക്കുക, അങ്ങനെ പറയില്ല. അപ്പോൾ അതേപോലെ അവിടെ ബ്രിട്ടീഷുകാർക്ക് അവിടെ താമസിക്കാനായിട്ട് അവിടുത്തെ സുളു വർഗ്ഗക്കാരാണ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്. പക്ഷേ സുളുകൾക്ക് ഗോത്രവർഗ്ഗങ്ങളാണല്ലോ, അവർക്ക് ഇങ്ങനെ പണിയെടുക്കലൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത്. പക്ഷേ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ സുളുകൾ വിസമ്മതിച്ചു. അതുകൊണ്ട് അവർ പണിക്കാരെ ലഭ്യമാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു. ആസൂത്രിതവും ശാസ്ത്രീയവുമായ കൃഷിപ്പണിയും ആഫ്രിക്കക്കാരുടെ ജീവിത സമീപനത്തിൻ്റെ ഭാഗമല്ല എന്ന വാസ്തവമാണ് ഗാന്ധിജി വക്കീൽ ഭാഷയിൽ ഒതുക്കി പറയുന്നത്.
അതായത് ഗോത്രവർഗ്ഗങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരിങ്ങനെ കൃഷിപ്പണിയൊന്നും ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സ്വഭാവം ഗോത്രവർഗ്ഗക്കാർക്കില്ല. നമ്മൾ ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണല്ലോ. അവർ വനവിഭവങ്ങൾ, അവിടുന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ വനവിഭവങ്ങളാണ് പലപ്പോഴും ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതേപോലെയാണ് ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗങ്ങളും. അപ്പം ഇന്നത്തെ ആഫ്രിക്കയിലെ അടിസ്ഥാന ഭക്ഷണമായിട്ടുള്ള ചോളവും മെയ്സും പോലും വന്നെത്തിയത് കോളനി കാലഘട്ടങ്ങളിലാണ്. പ്രകൃതി തരുന്ന വിഭവങ്ങളിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആഫ്രിക്കൻ ഗോത്രങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വെള്ളക്കാർ പിശാചായി മാറി. അവരുടെ മേൽ വമ്പിച്ച അക്രമങ്ങളും പീഡനങ്ങളും അടിച്ചേൽപ്പിച്ചു. കായ് പറിച്ചും കിഴങ്ങ് പുഴുങ്ങിയും മീൻ പിടിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന കറുത്തവരെ അടിമക്കച്ചവടത്തിലെ ഉരുക്കളാക്കി മാറ്റി. അപ്പോൾ ഒരിക്കലും അവർക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല, അവർക്ക് അങ്ങനെ പണിയെടുക്കാൻ അറിയൂല. പക്ഷേ അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ വെള്ളക്കാരെന്ത് ചെയ്തു? അവരെ അടിമകളാക്കിയിട്ട് വളരെ ക്രൂരമായി പണികൾ ചെയ്യിപ്പിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അവരെ തെക്കൻ വടക്കൻ അമേരിക്കയിലെ തോട്ടങ്ങളിൽ എത്തിച്ചതിന് ശേഷമുണ്ടായ കൊടും ക്രൂരതകൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും മനുഷ്യചരിത്രത്തിൻ്റെയും ഏറ്റവും ലജ്ജാകരവും പാപപങ്കിലവുമായിട്ടുള്ള സംഭവങ്ങളാണ്. വിവിധ പീഡന മുറകളിലൂടെ അവരെ പണി ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരവസ്ഥ, അത് അവിടുത്തെ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും പാപപങ്കിലമായിട്ടുള്ള ഭാഗമാണ് എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ അവിടെ ചരിത്രം എന്നുള്ള ആശയവും കൂടി വന്നു കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയവരെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. പക്ഷേ കരാർ കൂലിക്കാരായി ഇന്ത്യയിൽ നിന്നും കപ്പലിറങ്ങിയ ഗൗണ്ടർമാരും നായിഡുമാരും വർക്കിമാരും മേരിമാരും കൃഷിയിടത്തിൽ ജനിച്ചു വളർന്നവരായിരുന്നു. നറ്റാൽ പ്രവിശ്യയിലെ തോട്ടങ്ങളിലേക്ക് അവർ കൂന്താലിയും മൺവെട്ടിയുമായി ഇറങ്ങി അവിടെ പൊന്നു വിളയിച്ചു. അവർക്ക് വേണ്ടി വാദിക്കാനായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന യുവ അഭിഭാഷകൻ പൊതുപ്രവർത്തനങ്ങളുമായി ആദ്യം രംഗത്തിറങ്ങിയത്. അവിടെ ഗാന്ധിജിയെ പരാമർശിച്ചു. ഇവിടുന്ന് പോയ ഇന്ത്യക്കാരുടെ ചരിത്രം കൂടി പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോയ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ ഗോത്രവർഗ്ഗങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ കൃഷി ചെയ്യാൻ നന്നായിട്ട് അറിയുമായിരുന്നു. പക്ഷേ അവിടെ കൃഷി ചെയ്താലും വളരെ തുച്ഛമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനാണ് ആദ്യമായിട്ട് ഗാന്ധിജി പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയത് എന്ന് പറയും. ഇനി അവർ ദർബനിലേക്ക് എത്തുന്ന ആ കാര്യമാണ് പറയുന്നത്. ദർബൻ നഗര പ്രാന്തങ്ങളിലെത്തിയതോടെ പഞ്ചസാര ഫാക്ടറികൾ കണ്ടു തുടങ്ങി. സമതലങ്ങളിൽ നിന്ന് പാത ചെറുകുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും വളയാൻ തുടങ്ങി. വളരെ അകലെ നിന്ന് തന്നെ ആകാശത്തിലേക്ക് ഉയരുന്നതായി കണ്ടിരുന്ന പുകപടലം ഇപ്പോൾ അടുത്തെത്തി. കറുത്തു കൊഴുത്ത പുക ഭീമാകാരമായ പിരിയൻ തൂണ ആകാശത്തെ മുട്ടുന്നു. ഒരു കൂറ്റൻ ഫാക്ടറിയുടെ ഒരു വിഭാഗത്തിനെ തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ ഫാക്ടറിക്ക് തൊട്ട് മുമ്പിലൂടെ കടന്നുപോയി. അഗ്നിശമന യന്ത്രങ്ങൾ ഓടി വരുന്നുണ്ട്. പുകയുടെ വൻ തൂണിൻ്റെ മേലറ്റം കാറ്റിലിളകുകയും പിരിയുകയും ചെയ്യുന്നത് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. താഴെ തീയെ തന്നെ മറയ്ക്കുന്ന കറുത്തിരുണ്ട തിങ്ങി വിങ്ങുന്ന ഒരു വൻ കോട്ട ആ പുക അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ഒരു നിമിഷം അവരുടെ അടുത്തേക്ക് ചാഞ്ഞാൽ അവർ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഒരു നോട്ടം നോക്കിയിട്ട് വളരെ പേടിയോട് കൂടിയിട്ട് അവർ വേഗം സ്ഥലം വിട്ടു എന്ന് പറയും. അങ്ങനെ ദർബൻ്റെ പ്രൗഢി പ്രാന്തപ്രദേശങ്ങളിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു മഹാനഗരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് ആദ്യം അവിടേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആൾത്തിരക്കിൻ്റെ ഞെരുക്കൊന്നുമില്ല. പക്ഷേ നഗര വ്യക്തിത്വം തെരുവുകളിലും കെട്ടിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശക്തിയേറിയ ഒരു നഗരഹൃദയം നമ്മെ തൊട്ടങ്ങനെ നിൽക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ തോമസ് മാത്യു സംഘത്തിൻ്റെ പഴയ കാലം മുതൽക്കുള്ള താവളമായ ഇംബാല ഹോട്ടലിലേക്ക് അവരങ്ങനെ ചെല്ലുക. അപ്പോൾ അതോടുകൂടി അവിടെ സക്കറിയ നിർത്തുകയാണ്. അത്രയും ഭാഗമാണ് നമ്മളോട് പറയുന്നുള്ളൂ. ദർബനിൽ എത്തിച്ചേർന്ന കാര്യം മാത്രം. അപ്പോൾ ദർബൻ നഗരത്തെക്കുറിച്ച് പറഞ്ഞു. ആൾത്തിരക്കല്ല, പക്ഷെ നഗരത്തിൻ്റെ ആ സൗന്ദര്യം, ഒരു വലിയ നഗരമാണ് തോന്നിക്കുന്ന ആ പ്രൗഢി അതതിന് വ്യക്തമായിട്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ആ ഒരു പാഠഭാഗത്ത് വരുന്നത്. പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രകൃതി സൗന്ദര്യം പറഞ്ഞു, പിന്നെ അവരുടെ ചരിത്രം പറഞ്ഞു, അവരുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു, ഭക്ഷണ രീതി പറഞ്ഞു. ഇത്രയും ഒരു യാത്രാ വിവരണത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ലേഖകൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത ഭാഗത്ത്.